കാമറൂൺ എന്ന ആഫ്രിക്കൻ രാജ്യം. അവിടെ ഒരു അഗ്നിപർവ്വതമുണ്ട്. പേര് കാമറൂൺ എന്ന് തന്നെ. 3 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരിക്കൽ കാമറൂൺ പുകഞ്ഞു തുടങ്ങി. കാമറൂൺ പർവ്വതത്തിനടുത്ത് ഒരു കൊടും കാടുണ്ടായിരുന്നു. അവിടെ കുറെ ഗോത്രവർഗക്കാർ താമസിച്ചിരുന്നു. അയ്യോ, അവൻ വായി തുറക്കുന്നു! രക്ഷപ്പെടൂ! അതിനു മുൻപ് അപ്പൂപ്പനെ വിവരമറിയിക്കണം. ഏ, അവൻ ഉണർന്നോ? ഹോ, ആ ദിവസമെത്തി! അവന്റെ മടിയിൽ മന്ത്രങ്ങളുണ്ട്, മന്ത്രങ്ങൾ. അവൻ വാ തുറന്നാൽ മന്ത്രങ്ങളുടെ ഗുഹ മൂടിപ്പോകും. അതിനു മുൻപ് അവൻ കണ്ണു തുറന്നാലേ ഗുഹയിൽ കയറാവൂ. എൻ്റെ അപ്പൂപ്പൻ്റെ ആജ്ഞയുണ്ട്. പുകയുന്ന അഗ്നിപർവ്വതത്തിലേക്ക് അപ്പൂപ്പൻ വേച്ച് വേച്ച് നടന്നു കയറി, മറ്റുള്ളവരുടെ എതിർപ്പുകൾ വകവയ്ക്കാതെ. എന്നാൽ ഗുഹയ്ക്കകം ശൂന്യമായിരുന്നു. എവിടെ എവിടെ മന്ത്രങ്ങൾ? അപ്പോഴാണ് ആ വൃദ്ധൻ ഒന്ന് കണ്ടത്. ഗുഹയുടെ ചുവരിൽ എന്തൊക്കെയോ അടയാളങ്ങൾ. വൃദ്ധൻ ഒരു ചുവന്ന പാറക്കല്ലെടുത്തു. എന്നിട്ട് ചുവരിലെ ഒരടയാളം മറ്റൊരു കല്ലിൽ കൊത്തിയെടുക്കാൻ തുടങ്ങി. അഗ്നിപർവ്വതത്തിന്റെ അലർച്ച കേട്ടു തുടങ്ങിയിരുന്നു. ഗുഹ പതുക്കെ വിറയ്ക്കുന്നുണ്ടെന്ന് വൃദ്ധന് മനസ്സിലായി. അടുത്ത നിമിഷം കാമറൂണിന്റെ ശിരസ് പൊട്ടിപ്പിളർന്നു. പരിഭ്രാന്തനായ വൃദ്ധൻ മന്ത്രം കൊത്തിയ കല്ല് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. നൂറുകണക്കിന് കല്ലുകൾക്കൊപ്പം അതും താഴെ കുരുണ്ടുവന്നു. ഉരുകിയ ലാവയും പാറക്കഷ്ണങ്ങളും മലഞ്ചെരുവിനെ നക്കി തുവർത്തിക്കൊണ്ട് താഴോട്ടൊഴുകി. മന്ത്രങ്ങളുടെ ഗുഹയിലേക്കും ലാവ കുതിച്ചു കയറി. ദിവസങ്ങൾ കഴിഞ്ഞു. കാമറൂണിന്റെ താഴ്വരയിൽ ഉറച്ച ലാവയ്ക്കടിയിൽ മലയിടിഞ്ഞു വന്ന കല്ലുകൾ ചിതറിക്കിടപ്പുണ്ടായിരുന്നു. ഒപ്പം വൃദ്ധൻ ഒരേ ഒരു മന്ത്രം കൊത്തിയ ആ പാറക്കല്ലും. പക്ഷേ ആ കല്ലിന് അപ്പോൾ അസാധാരണമായ വലിപ്പമുണ്ടായിരുന്നു. 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം മറ്റൊരിടത്ത്. എന്തായി എന്തായി? പോയി. ഷോ, കഷ്ടമായി പോയി. ഇതാ ഞാൻ നാട്ടിലേക്ക് വരാത്തത്. നേരിട്ട് കണ്ട് വെറുതെ സങ്കടപ്പെടുന്നത് എന്തിനാ? ഒരൊറ്റ അടി മറ്റവൻ ചാടിപ്പിടിച്ചു. ക്ലോസ്. വച്ചോണ്ടിരിക്കരുത്, തട്ടിക്കളയണം സകലതിനെ. സൂത്ര, ഇവന്മാരെന്താ ഈ പറയുന്നത്? ആർക്കറിയാം? വാ, ചോദിച്ചു നോക്കാം. ഹലോ പൂയ്, ആരാ അവിടെ? ഗുഡ് മോർണിംഗ്. ആരോ അടിച്ചെന്നും പിടിച്ചെന്നും ക്ലോസ് ആയെന്നും ഒക്കെ കേട്ടല്ലോ. ഓ, അതൊരു കളി കണ്ട കാര്യം പറഞ്ഞതാ. കളിയോ? ക്രിക്കറ്റ് ക്രിക്കറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് കാണാൻ ഞാൻ ഇടയ്ക്കൊക്കെ നാട്ടിൽ പോകും. തിരിച്ചു വന്നിട്ട് ഇവന്മാർക്ക് സ്കോർ പറഞ്ഞു കൊടുക്കും. ഹി ഹി. നാട്ടിലാണോ കളി? ഇപ്പോഴത്തെ കളി നാട്ടിലല്ല, സൗത്ത് ആഫ്രിക്കയിലാ. എവിടെ? സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്ക കുറേ അകലെയുള്ള നാടാ. സൗത്ത് ആഫ്രിക്കയിൽ നടക്കണ കളി നാട്ടിലിരുന്നാൽ ഒരു പെട്ടിക്കകത്ത് കാണാം. ആ പെട്ടിയാണ് TV. മനസ്സിലായോ? നമ്മുടെ രാജ്യക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട് കളിക്കാൻ. ആദ്യത്തെ കളി പൊട്ടി. ഷോ, കഷ്ടമായി പോയി. അത് തന്നെയാ ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു വിധി. എല്ലാം നേരിട്ട് കാണാൻ ഞാൻ ഒരുത്തനല്ലേ ഉള്ളൂ. ഷേ, കരയാതെടേ, വഴിയുണ്ടാക്കാം. എന്ത് വഴി? നമ്മുടെ കളിക്കാർ മര്യാദയ്ക്ക് കളിക്കാത്തതിന് ചേട്ടൻ എന്ത് വഴിയുണ്ടാക്കാൻ? അതല്ല, ഇനി അനിയൻ ഒറ്റയ്ക്ക് കളി കാണാൻ പോകണ്ട. ഞങ്ങളും വരാമടേ ഒരു കൂട്ടിന്. ഏ, അതേന്നേ. സങ്കടപ്പെടുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് സങ്കടപ്പെടാം. സംഗതി കൊള്ളാം. പക്ഷേ നാട്ടിലേക്കാ പോക്ക്. നിങ്ങളുടെ തടി നിങ്ങൾ നോക്കിക്കോണം. അതിന് ഞങ്ങൾ അത്ര തടിയന്മാരൊന്നും അല്ലെന്നേ. എന്നാ പിന്നെ ഓക്കെ, രാത്രി ഇവിടെ വന്നാൽ മതി. അത്യാവശ്യം വഴിച്ചെലവിന് 2 കിഴങ്ങെടുത്തോ. സൂത്ര, നാട്ടിൽ പോകുന്നത് കുലുമാല് പിടിച്ച കേസല്ലേ. ഹി ഹി, ഡോൺ വറി. ഇതൊക്കെയല്ലേ ഒരു ചേഞ്ച്. അവിടെ ചെന്നിട്ട് ഞാൻ കോഴിയെ പിടിക്കും, താൻ ആടിനെ പിടിച്ചോ.
അപ്പോൾ കളി കാണണ്ടേ? പിന്നെ കളി. മനുഷ്യരുടെ കളി അവർ കളിക്കട്ടെ, നമ്മുടെ കളി നമ്മൾ കളിക്കും. ഹി ഹി. ഞങ്ങൾ റെഡി. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആമയെ പിടിക്കാൻ പോണ പോലെ കൂളായിട്ട് പോകരുത്. കാട്ടിലിരുന്നാൽ കൊതുക് കടി, നാട്ടിൽ ചെന്നാൽ പട്ടികടി, വീട്ടിൽ പോയാൽ മുതുകിനടി എന്ന് കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടിട്ടില്ല. അത് ചാടി പുറപ്പെടുന്നത് കണ്ടപ്പോഴേ മനസ്സിലായി. എന്താണെന്നറിയില്ല, വലിയൊരു യാത്ര പോകുന്നത് പോലെ തോന്നുന്നു. അത്ര വലിയ യാത്രയൊന്നുമല്ല, only 3 kilometers. നമ്മൾ എന്ന് തിരിച്ചെത്തും? ഭാഗ്യമുണ്ടെങ്കിൽ ഞായറാഴ്ചത്തെ വൺഡേ കഴിഞ്ഞ് തിരിച്ചെത്തണം. ഭാഗ്യമില്ലെങ്കിലോ? പട്ടി കടിച്ച മുറിവൊക്കെ കരിഞ്ഞിട്ട് വരാം. എൻ്റെ സകല കുരുത്തക്കേടുകളും കണ്ട പ്രിയപ്പെട്ട കാടേ, പോയിട്ട് ഷടേന്ന് വരാം. യാത്ര പറഞ്ഞതാ. ഹയ്യടാ, ഈ വിളക്കൊക്കെ കാണാൻ നല്ല ചന്തം. 2-3 അടിച്ചെടുത്ത് ഗുഹയിൽ തൂക്കാം. വേഗം വാ, ഏതെങ്കിലും വീട്ടിൽ കയറി ഒളിക്കാം. ഇവിടെ കോഴിയെ കിട്ടുന്ന സ്ഥലമേതാ? കോഴിയെ ജീവനോടെ വേണോ ഫ്രൈ ആയിട്ട് മതിയോ? എൻ്റെ ചേട്ടാ, ഇത് ടൗണാ. കോഴി വേണമെങ്കിൽ വല്ല തട്ടുകടയിലും കാണും. പിന്നെ ഏതെങ്കിലും ജീവനോടെ ഇരിപ്പുണ്ടോന്നറിയാൻ കുറച്ചുകൂടി കഴിയണം. അതെന്താ? നേരം വെളുക്കുമ്പോൾ ഏതെങ്കിലും കോഴി കൂവും. ആ ശബ്ദം നോക്കി പോയാൽ മതി. തൽക്കാലം ഇവിടെ ഏതെങ്കിലും വീട്ടിൽ കയറി ഒളിച്ചിരി. ഈ വീട് കൊള്ളാം, ആരുമില്ല, തുറന്നിട്ടിട്ടുമുണ്ട്. എന്തൊരിരുട്ട്. വഴിയുണ്ടാക്കാം. ചേട്ടൻ എന്നെ ഒന്ന് പൊക്കിപ്പിടി. ക്ലീൻ. ഏ, അടിപൊളി സെറ്റപ്പ് ആണല്ലോ. അയ്യോ, കടുവ. ഹി ഹി. പേടിക്കണ്ട ചേട്ടാ, അത് ചേട്ടൻ തന്നെയാ. വീട്ടുകാർ വരുന്നതിന് മുൻപ് വേണമെങ്കിൽ മേക്കപ്പ് ഇട്ടോ. ഇത് പൗഡർ, ഒന്ന് വെളുക്കട്ടെ. അയ്യോ, ഇതെന്താ? പെർഫ്യൂമാ. നല്ല മുല്ലപ്പൂവിൻ്റെ മണം കിട്ടും. എന്നാലും ധൈര്യമായിട്ട് വീട് തുറന്നിട്ട് പോയാൽ അവരെ സമ്മതിക്കണം. ആരാ ഇവിടെ താമസം? ആ പടത്തിൽ 2 പേരെ കണ്ടോ? അവരെവിടെ താമസം? അയ്യയ്യോ, ഇവന്മാരെ ഞാൻ അറിയും. പണ്ട് കാട്ടിൽ വന്നിട്ടുണ്ട്. പേര് കേട്ട വലിയ ഡിറ്റക്റ്റീവുകളാ. ഈ വീട്ടിൽ കയറാൻ ഒരുത്തരും ധൈര്യപ്പെടില്ല. അതല്ലേ വീട് പൂട്ടാത്തത്. ഈ ഹാ. അയ്യയ്യോ, എത്തി. അവന്മാരെത്തി. ഒളിച്ചോ? എവിടെ ഒളിക്കാനാ? എവിടെയെങ്കിലും. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എന്നെ വിളിക്കണ്ട. ഞാൻ പുറത്തു വരുന്ന പ്രശ്നമില്ല. ശരു, ഇതിനകത്ത് കയറിക്കോ വേഗം. സാരേ ജഹാംസെ അച്ഛ. ഈ ഹാ. ആഫ്രിക്കൻ പ്രസിഡന്റ് ആയിരിക്കും. എൻ്റെ പ്രഭാഷണം ലൈവായി കണ്ടവരൊക്കെ ഇനി ഇതുപോലെ വിളി തുടങ്ങും. ഹലോ, ഡിറ്റക്റ്റീവ് ജമ്പൻ ഹിയർ. അവിടെ നേരിട്ട് വന്ന് പ്രഭാഷണം നടത്താനാണോ വിളി? സോറി, തീരെ സമയമില്ല. ഏ, ചെന്നൈ നായകമായിരുന്നോ? തൻ്റെ ശബ്ദം ശരിക്കും സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റിൻ്റേതുപോലെ ഉണ്ടല്ലോ. ആഫ്രിക്കയിലെ കുറ്റകൃത്യങ്ങളെപ്പറ്റി ഒരു പ്രഭാഷണം കഴിഞ്ഞ് ഇങ്ങെത്തിയതേയുള്ളൂ. തെക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ, പ്രത്യേകിച്ച് കോങ്കോ, അങ്കോള, കാമറൂൺ. കാമറൂൺ എന്ന് കേട്ടപ്പോഴാ ഓർത്തത്. ഊണ് കഴിക്കണ്ടേ? ശേ, കട്ടായി. ആയതല്ല, ആക്കിയതാവും. പുളി കേൾക്കാൻ പാവം ചെന്നിക്ക് ശക്തിയില്ല. സ്റ്റോപ്പ് ഇറ്റ്. ഓരോ നാട്ടുകാർക്കും കുറ്റകൃത്യം ചെയ്യാൻ ഓരോ രീതിയുണ്ട്. അതറിയാമോ നിനക്ക്? അറിയാം. ആഫ്രിക്കക്കാർ കോഴിയെ തിന്നാൽ തൂവലെടുത്ത് മുടിയിൽ തിരുകും. യൂറോപ്പുകാരാണെങ്കിൽ തൂവലെടുത്ത് മഷിയിൽ മുക്കി നോവൽ എഴുതും. ഇരുണ്ട വൻകരയായതുകൊണ്ട് ആഫ്രിക്കയിലെ കുറ്റമെല്ലാം ഇരുട്ടത്താണ്. ഛായ്, തമാശയ്ക്ക് നിലവാരമില്ലെങ്കിൽ അത് പറയാതിരിക്കുന്നതാണ് ഡിറ്റക്റ്റീവിൻ്റെ വിവേകം. സാരേ ജഹാംസെ അച്ഛ. സാർ, തുറമുഖത്ത് സംശയാസ്പദമായി ഒരു പെട്ടി കിട്ടിയിരിക്കുന്നു.
പെട്ടിക്കുള്ളിൽ എന്താണെന്ന് നോക്കിയോ? നോക്കി സാർ, ഒരു സംഗീതോപകരണമാണെന്ന് തോന്നുന്നു. സംഗീതത്തിൽ അജ്ഞനായ തനിക്ക് അതെങ്ങനെ മനസ്സിലായി? പെട്ടിക്ക് പുറത്ത് ഓർഗൻ എന്ന് എഴുതിയിട്ടുണ്ട്. അത് സംഗീതോപകരണമല്ലേ? അങ്ങനെയും ആവാം. ഈ ഓർഗൻ കണ്ടാൽ എങ്ങനെയിരിക്കും? എല്ല് പോലെ. എല്ല് പോലെ ഇരിക്കും സാർ. എല്ലോ? മനുഷ്യൻ്റെതാണോ? ആവാൻ വഴിയില്ല. 7 അടി നീളമുള്ള എല്ല് മനുഷ്യനുണ്ടാകുമോ സാർ? ഈഹാ, വേഗം പെട്ടി കൊണ്ടുവരൂ. മണി എത്രയായെന്നാ? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ലോകത്തിലെ സകല ഡിറ്റക്റ്റീവുകളും ഇതുപോലെ പട്ടിണിയാണോ? ഇത്തിരി നേരം ശമിച്ചിരുന്നാൽ 7 അടി നീളമുള്ള ഒരു എല്ല് തരാം. തിന്നാനല്ല, മണപ്പിക്കാൻ. എല്ലുകൊണ്ടുള്ള സംഗീതോപകരണം ആഫ്രിക്കൻ ഗോത്രവർഗ്ഗക്കാർ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങേരിപ്പോഴും ആഫ്രിക്ക വിട്ടില്ലല്ലേ? പക്ഷേ എല്ലുകൊണ്ട് ഓർഗൻ ഉണ്ടാക്കുമോ? ഓർഗൻ എന്ന വാക്കിന് അവയവം എന്നും അർത്ഥമുണ്ടല്ലോ. കറക്റ്റ്. പക്ഷേ ബയോളജിക്കാർ എല്ലിനെ ഓർഗനായി കണക്കാക്കുമോ എന്ന് സംശയമാണ്. 7 അടിയിൽ നിന്ന് ഒരടിയെങ്കിലും മുറിച്ചു കിട്ടിയാൽ നന്നായേനെ. വിശന്നിട്ട് ആമാശയം ഓർഗൻ വായിക്കുകയാ. സാർ, പെട്ടി എത്തി. ഒരു ആഫ്രിക്കക്കാരനാണ് ഇത് കൊണ്ടുവന്നത് സാർ. എന്നിട്ട് അയാളെവിടെ? പിടിച്ചു വെച്ചിട്ടുണ്ട്. ചോദിച്ചിട്ടൊന്നും മിണ്ടുന്നില്ല. മിണ്ടിയാലും കാര്യമൊന്നുമില്ല. എനിക്ക് ആഫ്രിക്കൻ ഭാഷ നഹിമാലും അറിയൂല. എന്താണ് കൽക്കരി വണ്ടി പോലെ നിന്ന് തല പുകയ്ക്കുന്നത്? ഇത് ഏത് ജീവിയുടെ എല്ലാണെന്ന് ആലോചിക്കുകയായിരുന്നു. ഞാൻ ആലോചിച്ചത് വേറൊന്നാണ്. പെട്ടിയിലെ സ്പെല്ലിംഗ് തെറ്റാ. ഓർഗൻ എന്നല്ലേ വേണ്ടത്? മണം പിടിച്ചിട്ട് എന്തു തോന്നുന്നു? സത്യം പറഞ്ഞാൽ ഞെട്ടരുത്. ഇതൊരു മനുഷ്യന്റെ എല്ലാണ്. ഈഹാ, ചെന്നി, വേഗം ഒരു സ്പെഷ്യൽ വിമാനം വേണം. എങ്ങോട്ടാ കൊച്ചു വെളുപ്പം കാലത്ത് പറ പറക്കുന്നത്? ആഫ്രിക്കയിലേക്ക്. മൈ ഗോഡ്, തുടങ്ങി എടുത്തുചാട്ടം. അതും വെറും വയറ്റിൽ. സ്പെഷ്യൽ വിമാനമല്ലേ? നാടൻ കോഴി ഫ്രൈ സ്പെഷ്യലായി ഏർപ്പാടാക്കാം. ആഫ്രിക്കയിൽ കാട്ടുകോഴി മാത്രമേ കിട്ടൂ. എന്താ നമ്മുടെ ബാഗിനൊരു പെർഫ്യൂം വേണം? ഒന്നും അറിഞ്ഞില്ലല്ലേ? ഏതോ ഒരു കള്ളൻ നമ്മുടെ വീട്ടിൽ കയറിയിരുന്നു. പക്ഷേ പെർഫ്യൂമും നേന്ത്രപ്പഴവും മാത്രമേ തൊട്ടിട്ടുള്ളൂ. അവൻ പെർഫ്യൂം അടിച്ചതുകൊണ്ട് ഒറിജിനൽ മണം കിട്ടിയില്ല. നശിച്ച വിമാനം. ഒച്ച കേട്ട് മായാവി ഉണരാതിരുന്നാൽ മതി. മുർ മുർ. കിട്ടിടാക്കിനി, പിടികിട്ടി. ഹിഹി, കേരട കുപ്പിയിൽ. മായാവിയെ കിട്ടിയേ. 500 ആയേ. 500ഓ? എന്തഞ്ഞൂറ്? ഇതിപ്പോ നമ്മൾ 500ാമത്തെ തവണയാ മായാവിയെ പിടിക്കുന്നത്. എൻ്റെ ഡയറിയിൽ കൃത്യം കണക്കുണ്ട് കുട്ടൂസ. നമുക്ക് ഈ 500 അടിച്ചു പൊളിച്ച് ആഘോഷിക്കണ്ടേ? ഛേ ഛേ, ആഘോഷിക്കാൻ പറ്റിയ ഒരു കാര്യം. അതെന്താ കുട്ടൂസനൊരു ഉത്സാഹമില്ലാത്തത്? എൻ്റെ ഡാക്കിനി, 499 തവണയും മായാവി നമ്മളെ പറ്റിച്ചു എന്നല്ലേ ഇതിനർത്ഥം? അത് ശരിയാ. അതാ പറഞ്ഞത്, ഇത്തവണ നമ്മൾ മണ്ടന്മാരാകരുത്. ഇവന്റെ ശല്യം ഇന്നത്തോടെ തീർക്കണം. ഇവനെ അടിമയാക്കി കൊണ്ടു നടക്കാൻ നോക്കണ്ട. പകരം ഇവനെ നാട് കടത്താം. ഹയ്യടാ, ഞാൻ ഇവനെ തമിഴ്നാട്ടിൽ കൊണ്ടുവിടാം. തമിഴ്നാട്ടിലോ? ഷുഫ്, അതൊന്നും പോരാ. ചെന്നൈ മേലിനു മുമ്പേ ഇവൻ ഇങ്ങെത്തും. എന്നാ പിന്നെ കാശ്മീരിൽ കൊണ്ടുവിടാം. തീവ്രവാദികളുടെ വെടികൊണ്ട് ചത്തോളും. വേണ്ട വേണ്ട, വെടി കുപ്പിക്കിട്ട് കൊണ്ടാൽ കുപ്പി പൊട്ടും. ഇവനിങ്ങ് പോരും. എന്നാ പിന്നെ ചന്ദ്രനിൽ കൊണ്ടുവിടാം. അല്ല പിന്നെ. അയ്യോ, അങ്ങോട്ടുള്ള വഴി എനിക്കറിയൂല. മിണ്ടാതിരിയടാ. ഇവനെ കടൽ കടത്തിയാൽ മതി. വല്ല ആമസോണിലോ സഹാറയിലോ കൊണ്ടുവിടാം. ആമസോണിൽ നിറയെ ആമയാണോ അമ്മൂമ്മേ? അത് കൊള്ളാൻ ലുട്ടാപ്പി, കുന്തമെട്. അയ്യോ, കുന്തത്തിന് മൈലേജ് കുറവാ. നമ്മൾ കടലിൽ വീഴും. പിന്നെന്താ ഒരു വഴി? വഴിയുണ്ട്. നമുക്ക് ആ ലൊട്ടിലൊടുക്കിനെയും ഗുൽഗുൽമാലിനെയും പോയി കണ്ടാലോ? വൈകാതെ. ഫോറിനിൽ പോകാനാണെങ്കിൽ വിമാന ടിക്കറ്റ് എടുത്ത് പോയാൽ പോരെ? ഷോ, അതൊക്കെ വലിയ ചെലവാ. നിങ്ങൾ വല്ല യന്ത്രവും കണ്ടുപിടിക്കുക.
ശിശ് ലൊട്ടിലൊടുക്കേ, ഭൂപടമുറി കാണിച്ചു കൊടുത്താലോ? ഈ ശല്യങ്ങൾ സ്ഥിരമായിട്ടങ്ങ് പൊയ്ക്കോളും. ശരിയാ. എന്താ ഒരു രഹസ്യം പറച്ചില്? അത് ഞങ്ങളൊരു മുറി കാണിച്ചു തരാം. ഭൂപടമുറി. മുറി നിറയെ ഭൂപടമാ. അതിനകത്ത് ഏത് രാജ്യത്തേക്ക് ചാടിയാലും നമ്മൾ ശരിക്കും ആ രാജ്യത്തെത്തും. ഏ, അപ്പോൾ തിരിച്ചു വരാനോ? തിരിച്ചു വരാൻ അവിടെയും കാണും ഒരു ഭൂപടമുറി. അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് ചാടണം. കലക്കി കുട്ടൂസ. ഇവന്മാർക്ക് ഓരോ നൊബേൽ പ്രൈസ് വാങ്ങിക്കൊടുക്കാൻ എന്താ വഴി? വൈകാതെ. കണ്ടോ, ഇതാണ് ഭൂപടമുറി. ഇതെന്താ കുറേ ഭാഗത്ത് ഇരുട്ട്? ലൈറ്റ് മുഴുവൻ ഓൺ ചെയ്യടോ. ഹഹ, ആ രാജ്യത്തൊക്കെ ഇപ്പോൾ രാത്രിയാ. പറ, നിങ്ങൾക്ക് എങ്ങോട്ടാ ചാടേണ്ടത്? എനിക്ക് ജപ്പാനിൽ പോണം. അമേരിക്ക മതി. ആഫ്രിക്ക. ഏ, മൂന്നാള് മൂന്ന് വഴിക്ക് പോകുന്നത് പ്രശ്നമാണ്. അതെ അതെ, അതുകൊണ്ട് എല്ലാവർക്കും കൂടി ആഫ്രിക്കയിൽ പോകാം. എനിക്ക് ജപ്പാനിൽ പോണം. മിണ്ടാതിരിയടാ, അവൻ്റെ ഒരു ജപ്പാൻ. ഹൗ, ഇതിലേ നടന്നോ, വീടല്ലേ? ദാ അവിടെ ആഫ്രിക്ക. 1 2 3. ചാടിക്കോ. ഡാക്കിനി, ലുട്ടാപ്പിയുടെ കൈ പിടിച്ചോ. രക്ഷപ്പെട്ടു ലൊട്ടിലൊടുക്കേ. ഹി ഹി. കിളവൻ്റെയും കിളവിയുടെയും ശല്യം തീർന്നു. തിരിച്ചു വരാൻ അവരിനി കടലിറങ്ങി നീന്തണം. ഹഹ. ചെല്ലുന്നിടത്തൊക്കെ ഭൂപടമുറി ഉണ്ടാകുമെന്നാ മണ്ടന്മാർ വിചാരിച്ചത്. അതേസമയം എൻ്റെ നടുവേ. അയ്യോ, ഒടേ തമ്പുരാനെ, ഇതേതാ സ്ഥലം? ആഫ്രിക്കയാ ഡാക്കിനി, ആഫ്രിക്ക. എൻ്റെ അമ്മയെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇനി നമ്മൾ എങ്ങോട്ട് പോകും? ഇവിടുത്തെ ഭൂപടമുറി കണ്ടുപിടിക്കണ്ടേ? ഈ മല കയറി നോക്കാം. അപ്പുറത്ത് ടൗൺ ആണെങ്കിലോ? ഹാവു, ഏത് നേരത്താണാവോ ഭൂപടത്തിൽ ചാടാൻ തോന്നിയത്? അമ്മേ, എന്താടാ? വലിയ ടൗൺ ആണോ? പിന്നെ തകർപ്പൻ ടൗണാ. എന്തൊരു ജനത്തിരക്ക്. എൻ്റെ അമ്മോ. ഈ ഈ ഞാൻ അപ്പോഴേ പറഞ്ഞതാ ജപ്പാനിൽ പോകാമെന്ന്. മലയും കയറി മരുഭൂമിയും കണ്ടപ്പോൾ തൃപ്തിയായല്ലോ. ഒരു ആഫ്രിക്ക. തർക്കിച്ചിട്ട് കാര്യമില്ല ഡാക്കിനി. ഉള്ള നേരത്തെ തിരിച്ചിറങ്ങാൻ നോക്കാം. വല്ല കാപ്പിരിയുടെയും അമ്പ കൊണ്ട് ചാവാനാവും നമ്മുടെ വിധി. ദാണ്ടടെ ഒരു വണ്ടി വരുന്നു. വണ്ടി നിർത്തോ. നമസ്കാരം. ഞങ്ങൾ കേരളത്തിൽ നിന്നാ. മന്ത്രവാദികളാ. ഉവാ വാ ജഹോഹേ. ഇവൻ എന്താ പറഞ്ഞത്? ഇംഗ്ലീഷ് പറ കുട്ടൂസാ. വി ആർ ഇന്ത്യൻസ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, മന്ത്രവാദീസ്, മാജിക് മാജിക്. ഓ, മാജിക്. വണ്ടർഫുൾ. ആർ യു മജീഷ്യൻസ്? ദെൻ ഷോ ആൻ ഐറ്റം. എന്തോന്നാ ഈ കറമ്പൻ പറഞ്ഞത്? ഒരു വിദ്യ കാണിച്ചു കൊടുക്കാനായിരിക്കും. എന്നാ പിടിച്ചോ. ഓം ഹ്രീം ലോട്ടറ ബ്രൂട്ടറ വാട്ടറ ഭൂം. ഏ, വെള്ളം. അയ്യോ, മൈ ഗോഡ്. കുട്ടൂസ, പുള്ളി ഹാപ്പിയായി. ഇനി കാര്യം പറ. കാപ്പിരി, വി ഹിയർ. കുടുങ്ങി. ഗോ ഡൗൺ. ഹംഗ്രി. ഓക്കെ, കം വിത്ത് മീ. ഹാവ്, കേറിക്കൊള്ളാൻ. രക്ഷപ്പെട്ടു. എനിക്ക് വെള്ളം കുടിക്കണം. കൊമ്പീന്ന് വെള്ളം പോയപ്പോൾ ദാഹിക്കുന്നു. ആദ്യം നീ വണ്ടിയിൽ കയറ്. കുട്ടൂസ, ഈ കർമ്മനെ കണ്ട് ഇരുട്ടത്താണെങ്കിൽ നമ്മൾ പേടിച്ചു പോയനെ. ഇരുട്ടത്തിയാളെ കണ്ടാലല്ലേ? അതേസമയം എല്ലു കൊണ്ടുവന്ന ഇയാൾ കാമറൂൺകാരനാ. വിമാനം കാമറൂണിൽ ഇറക്കാം. കാമറൂൺ പ്രസിഡന്റിനോട് അനുവാദം ചോദിച്ചിട്ടുണ്ട്. എന്നെ വെറുതെ വിടണേ, എനിക്കൊന്നും അറിയില്ലേ. കാമറൂണിലെ ഒരു അപ്പൂപ്പനാ എനിക്ക് എല്ലു തന്നത്. ഏ, നമ്മുടെ ഭാഗ്യനെന്താ ഒരിളക്കം. വിമാനം ഗട്ടറിൽ ചാടിയതുപോലെ. ഏ, വാട്ട് ഈസ് ദിസ്? ഹൂ ഈസ് ദിസ്? ടൈഗർ, ടൈഗർ. വിമാനം ഇടിച്ചിറക്ക് വേഗം. ഹലോ, ഇവന്മാരെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. വിമാനം നിലത്തിറങ്ങിയതും. ശരു, വിട്ടോടാ.
ഷെടാ, ഇവന്മാരാ പെർഫ്യൂം അടിച്ചത്, വെറുതെയല്ല മണം കിട്ടാഞ്ഞത്. ചുപ് രഹോ. ഡിറ്റക്റ്റീവ് ആകാനല്ല, ഒരു നായയാകാൻ പോലും നിനക്ക് യോഗ്യതയില്ല. മണം കിട്ടിയില്ല പോലും. യു ആർ ഡിസ്മിസ്ഡ്. ഓക്കെ, അസിസ്റ്റന്റ് പണിയിൽ എനിക്ക് വലിയ താല്പര്യമില്ല. ഗുഡ് ബൈ. ഹലോ, എന്താ പോയിട്ട് തിരിച്ചു വന്നത്? ആഫ്രിക്കയിൽ ഒരു ഇന്ത്യൻ നായയ്ക്ക് എന്ത് പണി കിട്ടുമെന്ന് ഓർത്ത് കാണും. അല്ലല്ല, ഒരു സംശയം തീർക്കാനാ വന്നത്. നമ്മൾ എത്തിയത് ആഫ്രിക്കയിൽ തന്നെയാണോ, അതോ ജുറാസിക് പാർക്കിലോ? ദാ ആ വരുന്ന ചങ്ങാതിയെ കണ്ടോ? ഈ LP സ്കൂളിൽ പഠിച്ചതൊക്കെ തെറ്റാണോ എന്നൊരു സംശയം. കരയിലെ ഏറ്റവും വലിയ ജീവി ആഫ്രിക്കൻ ആനയല്ലേ? ഇപ്പോഴിതാ ആഫ്രിക്കൻ ആനയെ ഒരു പല്ലിയിട്ട് ഓടിക്കുന്നു. എടുക്കു തുമ്പാ തോക്ക്. സോറി, മയക്കുപിടി വെക്കുന്ന തോക്ക് മാത്രമേ എടുത്തുള്ളൂ, മറ്റേത് മറന്നു. ഫൂൾ. മയക്കുപിടിയെങ്കിൽ മയക്കുപിടി. ഠേ. മയങ്ങി. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ആനയെപ്പോലൊരു പല്ലി ആഫ്രിക്കയിൽ. ജമ്പൻ പല്ലിക്ക് ചുറ്റും നടന്ന് വിശദമായ പരിശോധന നടത്തി. പെട്ടെന്ന്, ഏ തുമ്പ, ഒരു തുമ്പ്. ഈ പല്ലിയുടെ മുതുകിൽ ചുവന്നൊരടയാളം കണ്ടോ? അത് മറ്റെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓർമ്മശക്തിയിൽ തുമ്പന്റെ മുമ്പിൽ ഐൻസ്റ്റീൻ മാത്രം. കണ്ടിട്ടുണ്ട്, ആ എല്ലിൽ. യെസ്, 7 അടി നീളമുള്ള എല്ല്, 10 അടി നീളമുള്ള പല്ലി. ഈ അടയാളത്തിന് വലിപ്പവുമായി എന്തോ ബന്ധമുണ്ട്. ഈ ഹാ, ഈ പല്ലി വന്നത് എവിടെ നിന്ന്? അത് കണ്ടുപിടിക്കണം. ഒരു നിമിഷം, മറ്റവനെവിടെ? നമ്മൾ വിമാനത്തിൽ കൊണ്ടുവന്ന ആഫ്രിക്കക്കാരൻ. പാവം, പല്ലിയെ കണ്ട് അയാൾ പേടിച്ചോടി. മണം കിട്ടുന്നുണ്ട്. എങ്കിൽ മണത്തിന് പിന്നാലെ തുമ്പൻ ഗോ. തുമ്പന് പിന്നാലെ ജമ്പനും വരുന്നു. പെട്ടെന്ന് തുമ്പന് മുമ്പിൽ ഒരമ്പ്. ഷിക്. ഹുഷ്. ഏ തുമ്പ, ആഫ്രിക്കൻ ആദിവാസികൾ. ഈ ഹാ. ഏ, ഇവരും ഡിറ്റക്റ്റീവുകളാണോ? ഈഹാന്ന് വെച്ച് കാച്ചുന്നുണ്ടല്ലോ. ഈ ഹാ. തുമ്പ, ഇവരെന്നെ കിഡ്നാപ്പ് ചെയ്യുന്നു. പട്ടികളെ ആഫ്രിക്കക്കാർ കിഡ്നാപ്പ് ചെയ്യാറില്ലെന്ന് തോന്നുന്നു. കഷ്ടം, ഒരു ഇന്ത്യൻ ഡിറ്റക്റ്റീവിന്റെ അന്ത്യം ഇങ്ങനെ ആയല്ലോ. പേടിച്ച് ബോധം കെട്ട് നാണക്കേടുണ്ടാക്കരുത്, ഞാൻ പിന്നാലെയുണ്ട്. വൈകാതെ. കാടിന്റെ അതിർത്തിക്കടുത്ത്. വെൽക്കം മിസ്റ്റർ ജമ്പൻ. ഏ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമോ? അത്ഭുതം. ഹാഹാ, നിങ്ങളുടെ പേരും എനിക്കറിയാം, അതേ അത്ഭുതമില്ലേ? നിങ്ങൾ ബുദ്ധിമാനാണ്. ഒരു എല്ലിന്റെ പുറകെ വന്ന് ഇവിടെ വരെ എത്തിയല്ലോ. ആരാണ് നിങ്ങൾ? ആ എല്ലുമായി നിങ്ങൾക്ക് എന്തു ബന്ധം? സത്യത്തിൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ അറിയാം. എല്ലുമായുള്ള ബന്ധം ഇതാണ്. ആ സാധാരണ തുടയലിന്റെ വലിപ്പം കൂട്ടിയത് ഞാനാണ്. വെറും ഒരു ഓന്തിനെ വലുതാക്കിയതും ഞാൻ തന്നെ. എന്നെ എല്ലാവരും നീഗ്രോ എന്ന് വിളിക്കും. ഓഹോ, ഓർഗൻ എന്ന വാക്ക് തിരിച്ചിട്ടാൽ നീഗ്രോ അല്ലേ? മിടുക്കൻ. നിങ്ങൾ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നു. അത്ഭുതങ്ങൾ കാണിക്കുന്നവരെ ഇന്ത്യ എന്നും സ്വാഗതം ചെയ്യും. അതുകൊണ്ടാണ് എൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെത്തിക്കാൻ ഞാൻ ശ്രമിച്ചത്. പക്ഷേ ആ എല്ല് നിങ്ങൾ കണ്ടുപിടിച്ചതോടെ എൻ്റെ ആദ്യ ശ്രമം പൊളിഞ്ഞു. എന്താണ് നിങ്ങളുടെ പ്രവർത്തനം? ആഫ്രിക്കയുടെ പാരമ്പര്യമാണ് എൻ്റെ ശക്തി. ആ ശക്തി ഉപയോഗിച്ച് ഞാൻ ലോകം കീഴടക്കും. എതിർക്കുന്നവരെ ഞാൻ കൊല്ലും. പരീക്ഷണങ്ങൾക്ക് വേണ്ടിയും കൊല്ലും. ആഫ്രിക്കയ്ക്ക് വേണ്ടി ഞാൻ ലോകത്തോട് പകരം ചോദിക്കും. രഹസ്യങ്ങൾ അറിഞ്ഞ നിങ്ങളെ ഞാൻ കൊല്ലും. അതിനു മുൻപ് എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഹഹ. കാമറൂണിലെ ആദിവാസികൾക്ക് അത്ഭുതകരമായ മന്ത്രങ്ങൾ അറിയാമായിരുന്നു. എവിടെയോ അവ എഴുതി വയ്ക്കപ്പെട്ടിട്ടുണ്ട്. ആ മന്ത്രങ്ങളിൽ ഒന്ന് മാത്രം കണ്ടുപിടിച്ചു ഞാനല്ല, എൻ്റെ അച്ഛൻ. നിങ്ങൾ എല്ലിലും ഓന്തിൻ്റെ പുറത്തും കണ്ടത് ആ മന്ത്രമാണ്. കാമറൂൺ പർവ്വതത്തിലെ ചുവന്ന പാറക്കഷ്ണം കൊണ്ട് എഴുതിയാൽ മാത്രമേ മന്ത്രം ഫലിക്കൂ. അധികമാർക്കും അറിയാത്ത രഹസ്യം. മന്ത്രം എഴുതുന്നത് ഏത് സാധനത്തിലാണോ
ആ സാധനം പതുക്കെ പതുക്കെ വലുതാകും. മന്ത്രം മാഞ്ഞു പോകുമ്പോഴേ അത് പഴയ പടിയാകൂ. തന്മാത്രകളെ ഉത്തേജിപ്പിക്കുന്ന എന്തോ ഒരു ശക്തി ആ മന്ത്രത്തിനുണ്ടാകണം. ചുവന്ന പാറക്കല്ലിനും. വിശദീകരണമില്ലാത്ത രഹസ്യം. ചരിത്രത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളിലും നീഗ്രോ കുടുംബത്തിന്റെ കൈകളുണ്ട്. എന്നുവെച്ചാൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് അച്ഛൻ ഈ മന്ത്രം കിട്ടിയത്. അക്കാലത്ത് അതുപയോഗിച്ച് അച്ഛൻ ധാരാളം പരീക്ഷണങ്ങൾ നടത്തി. ഈ ചിത്രം നിങ്ങൾ കണ്ടു കാണുമല്ലോ. ടൈറ്റാനിക് 1912 മുങ്ങിയ കപ്പൽ. അതെ, ഈ കപ്പലിൽ വന്നിടിച്ച മഞ്ഞുമല അപകടത്തിന് 1 മണിക്കൂർ മുമ്പ് 2 അടി മാത്രം വീതിയുള്ള ഐസ് കഷ്ണമായിരുന്നു. അറ്റ്ലാന്റിക്കിൽ മറ്റൊരു കപ്പലിലിരുന്ന് അച്ഛൻ ആ ഐസ് കഷ്ണത്തിൽ കാമറൂണിലെ മന്ത്രം കൊത്തിയുണ്ടാക്കി. മഞ്ഞുകട്ടയിൽ ഒരു പരീക്ഷണം. അത് വിജയിച്ചു. സമുദ്രത്തിലൂടെ ഒഴുകി ഒഴുകി ടൈറ്റാനിക്കിനടുത്തെത്തിയപ്പോഴേക്കും അതൊരു മഞ്ഞുമലയായി. കൊടും തണുപ്പിൽ മന്ത്രം മായാതെ കിടന്നു. ആ മഞ്ഞുമലയുടെ ഫോട്ടോ ആരെങ്കിലും എടുത്തിരുന്നെങ്കിൽ കൊത്തിവെച്ച മന്ത്രം കാണാമായിരുന്നു. ഹാ. ശരി, എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നിനക്ക് മരിക്കാം. ഡാക്കിനി, ഒരു മണ്ടത്തരം പറ്റി. മായാവിക്കുപ്പി ആ മരുഭൂമിയിലെങ്ങാനും ഇട്ടിട്ട് പോരാമായിരുന്നു. എന്താ കറുമ്പച്ചാരെ ഒരു ശബ്ദം? ഓടേ തമ്പുരാനേ. ഓ, ശരിക്കൊന്ന് ഉറങ്ങി. ഡാക്കിനി, ലുട്ടാപ്പി, വിട്ടോ. ദിനോസർ. എസ്കേപ്പ്. ദുഷ്ടൻ കാപ്പിരി വേറെ വഴിക്ക് ഓടി. അല്ലെങ്കിലും ഈ ആഫ്രിക്കക്കാരെ വിശ്വസിക്കാൻ കൊള്ളില്ല. വൈകാതെ. ഏതോ കിളവനും കിളവിയും ഇട്ടിട്ട് പോയതാണെന്നോ? മായാവിയല്ലേ ആ കുപ്പിയിൽ? ശരി, ഈ കുപ്പി തന്നെ നിന്റെ അന്തകൻ. കാമറൂൺ പർവ്വതത്തിനും എൻ്റെ മന്ത്രത്തിന് യോജിച്ച മരണം ഞാൻ നിനക്ക് തരും. ഇതിൽ ഞാൻ കാമറൂണിൻ്റെ മന്ത്രം കുറിക്കുകയാണ്. മിനിറ്റുകൾക്കകം കുപ്പി വലുതായി വരും. ഭാരം കൂടും, വള്ളി പൊട്ടും. പടുകൂറ്റൻ കുപ്പി വീണ് നിന്റെ തല തകരും. കാത്തു കിടക്കൂ. ഹഹ. ഇന്ത്യയുടെ സ്വന്തമായ കശന്റെ തല തകരാൻ പോവുകയാണോ? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. തലയിൽ റോക്കറ്റ് വീണ് മരിച്ചു എന്ന് പറയാൻ ഗമയുണ്ട്. കുപ്പി വീണ് ചത്താൽ ഇന്ത്യക്ക് മൊത്തം നാണക്കേടാ. തുമ്പനല്ലേ ജമ്പൻ സാറിന്റെ അസിസ്റ്റന്റ്? ആരാണത്? ശ്രീശാന്ത്. ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല. കേസന്വേഷണമാണോ? കേപ്പ് ടൗൺ 1 ഡേക്ക് മുമ്പ് ഞങ്ങളൊരു ടൂറിനിറങ്ങിയതാ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും സച്ചിൻ ഭയ്യായും. ഹലോ തുമ്പൻ. സൂത്ര, എനിക്ക് വിശക്കുന്നു. വിശക്കുന്നെങ്കിൽ ഞാനൊരു ആനയെ പിടിച്ചു തരാം. അല്ല പിന്നെ. ദേ ഒരു കടുവ. അത് കടുവയല്ലടേ, കുതിരയാ. വരയുള്ള കുതിരയോ? വരയെങ്കിൽ വര, ചാടി പിടിച്ചോ. 1 2. വിട്ടോടെ, അവന്മാര് ഗ്രൂപ്പായിട്ടാ വരുന്നത്. രക്ഷിക്കോ. ഈ കുന്നിലേക്ക് കയറിക്കോ. ഹാവു, അവറ്റകൾ സ്ഥലം വിട്ടു. ഇവിടെ ഒരു ഗുഹയുണ്ട് സൂത്ര. നല്ല ഭംഗി. താൻ എന്താ ചെയ്യുന്നത്? ഒരു പടം നോക്കി വരയ്ക്കുകയാ. വിശപ്പ് മാറാനാ. അത് കലക്കി. അയ്യോ സൂത്ര, എനിക്കെന്തോ മാറ്റം. വയറ് വേദനിക്കുന്നു. ഗ്യാസ് ആടേ, ഗ്യാസ്. പട്ടിണി കിടന്നിട്ടാ. അല്ല സൂത്ര. അയ്യോ. എന്റെ കാട്ടുമുത്തപ്പാ. അതിനിടെ തുമ്പൻ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞിരുന്നു. ജമ്പൻ ഇന്ത്യയുടെ അഭിമാനമാണ്. അദ്ദേഹത്തെ രക്ഷിക്കണം. ആ കുപ്പി പൊട്ടിച്ചാൽ മാത്രം മതി. ബാക്കി കാര്യം മായാവി നോക്കിക്കോളും. പക്ഷേ ഭയ്യ, എങ്ങനെ? എന്ത് പ്രശ്നവും നേരിടാൻ നമുക്കൊരു വഴിയില്ലേ? എനിക്കും നിനക്കും ഏറ്റവും നന്നായി അറിയാവുന്ന വഴി ക്രിക്കറ്റ്. അതെ,
ക്രിക്കറ്റിൻ്റെ വഴി ആലോചിക്കൂ. ഈ കളി നമ്മൾ ജയിക്കും. വൈകാതെ ഠും ഠും ഠും. ഭാഗ്യത്തിന് ആ ഗോത്രവർഗക്കാരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല. 2 വഴിയേ ഉള്ളൂ. ഡയറക്റ്റ് ത്രോയിലൂടെ കുപ്പി തകർക്കുക. പക്ഷേ ഈ അകലത്തിൽ നിന്ന് അതത്ര എളുപ്പമല്ല. അപ്പോൾ ഞാൻ എൻ്റെ ആയുധമെടുക്കാം, നീ നിൻ്റെയും. ശ്രീ, ഇവിടെ പന്ത് ബൗൺസ് ചെയ്യും. നമുക്ക് ജയിക്കാൻ ഒരു സിക്സർ വേണം. ഞാൻ അത് നേടും. ശ്രീ, റെഡി. എൻ്റെ തല തകർക്കാൻ പോകുന്ന ഒരു ബൗൺസർ എറിയൂ, ലെഗ് സ്റ്റെമ്പിൽ. കമോൺ ഇന്ത്യ. ചിൽ. ഒളിക്കൂ, കൊല്ലവനെ. എന്നാൽ ഓം ഹ്രീം വളയട്ടെ. ഏ? നീഗിരോയുടെ ശിങ്കിടികൾ പേടിച്ച് പരക്കം പാഞ്ഞു. നീഗിരോ ഭ്രാന്ത് പിടിച്ചതുപോലെ ഒന്നലറി. പിന്നെ എങ്ങോട്ടൊന്നില്ലാതെ പരക്കം പായാൻ തുടങ്ങി. പക്ഷേ ഏ ഹയ്യോ, ഏ ഈ കടുവോ? മന്ത്രം, ഹയ്യോ, മന്ത്രത്തിന്റെ രഹസ്യം പുറത്തായി. നീഗിരോ എന്തൊക്കെയോ പുലമ്പി, പിന്നെ ബോധമറ്റ് വീണു. മറ്റുള്ളവർ സ്തബ്ധരായി നിൽക്കുകയായിരുന്നു. ഹി ഹി, ശേരു, നെഞ്ചു വെടിച്ചു നിന്നോ? തന്നെ കണ്ടിട്ട് അവന്മാർ ഇടിവിട്ട് കൊണ്ടതുപോലെ നിൽക്കുന്നത്. ഇത്രയും ഗമ മതിയോ? മതി. പക്ഷേ ഈ പടം വേണ്ട, മഹാവൃത്തികേട്. ഞാൻ വൃത്തിയാക്കി തരാം. സൂത്രൻ ശേരുവിന്റെ ദേഹത്തെ മന്ത്രം മായ്ച്ചു കളഞ്ഞതും ഏ ഇതെന്താ ഷൂന്നൊരു ശബ്ദം. അയ്യോടാ, ഞാൻ ചെറുതായി. ശേരു, വിട്ടോടോ. മായാവി, അവരെ വിടരുത്. നമുക്കവരെ തിരിച്ചു കൊണ്ടുപോകണം. ശരി. ഓം ഹ്രീം സ്റ്റാച്യു. അതോടെ സൂത്രനും ശേരുവിനും അനങ്ങാൻ പറ്റാതായി. കുറെ കഴിഞ്ഞ് ജമ്പൻ, ഞങ്ങൾക്ക് പോകാറായി. താങ്ക് യു സച്ചിൻ, താങ്ക് യു ശ്രീശാന്ത്. കേപ്പ് ടൗണിൽ വരൂ, നമ്മുടെ കളി കാണണ്ടേ? തീരെ സമയമില്ല ശ്രീശാന്ത്. വേണ്ടത്ര രേഖകളില്ലാതെയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങൾ ഡിറ്റക്റ്റീവുകളായതുകൊണ്ടും ഇത് ആഫ്രിക്ക ആയതുകൊണ്ടും അത് സാധിച്ചു. ഇപ്പോൾ തന്നെ നമ്മൾ ഇവിടുത്തെ നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞു. ഇനി വേഗം മടങ്ങണം. അതിനു മുൻപ് കാമറൂൺ പ്രസിഡന്റിനെ കണ്ട് വിവരങ്ങൾ ധരിപ്പിക്കണം. ഹോ, പൂള് തുടങ്ങി. നീഗ്രോ പോലീസിന്റെ ഇടി കൊള്ളാതിരുന്നാൽ മതി. ഗുഡ് ബൈ. ഞായറാഴ്ചയിലെ കളി ജയിക്കണം. നമ്മൾ ജയിക്കും. കളി കാണാൻ ഞാൻ വരുന്നുണ്ട്. ഏ? ഹായ സച്ചിൻ, ഹായ ശ്രീശാന്ത്. ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ്. ശിശിഷ്, അമ്പരക്കണ്ട. മായാവി ഇദ്ദേഹത്തിന്റെ തലച്ചോറിൽ നിന്ന് ചില ഓർമ്മകൾ മായിച്ചു കളഞ്ഞു. മന്ത്രവും കാമറൂൺ പർവ്വതവും ഒന്നും ഇപ്പോൾ അദ്ദേഹത്തിന്റെ തലയിലില്ല. ഓ, കോച്ച് വിളിക്കുന്നു. പോകട്ടെ. ടീം ഇന്ത്യ കുറച്ചുകളെ കാത്തിരിക്കുന്നുണ്ട്. ഗുഡ് ബൈ. വൈകാതെ ഹഹ, പറക്കുന്ന മായാവി വിമാനത്തിൽ പോകുന്നത് ഹനുമാൻ ലങ്കയിൽ വഞ്ചി തുഴഞ്ഞു പോകുന്നത് പോലെയാണ്. അതേസമയം കാമറൂണിലെ തിരക്കേറിയ ഒരു തെരുവിൽ. ഹലോ, നിൽക്കണേ, സ്റ്റോപ്പ്. ഹൂ ആർ യു? വി ആർ മന്ത്രവാദീസ് ഫ്രം ഇന്ത്യ. എൻ്റെ പൊന്നു കാപ്പിരി, ഇംഗ്ലീഷ് അറിയൂല. ഇവിടെ എവിടെയായി ഭൂപടമുറി?